സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. രണ്ടും കൽപ്പിച്ച് ഞാൻ ചീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ രക്തസാക്ഷി. എല്ലാവരെയും ചിരിപ്പിക്കുന്ന താങ്കൾ എന്നാൽ ഈ വ്യക്തി ജീവിതത്തിൽ വളരെയധികം തമാശ പറയുന്ന ആളല്ല. സിനിമയിൽ ഈ ഷോട്ടിന്റെ മുമ്പിൽ വരുമ്പോൾ ഭയങ്കര ഇത് കാണിക്കുന്ന ആളല്ല. ഊതിയതാ നീ? ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രസവം എടുക്കാൻ നേരത്തല്ലാതെ ഗ്ലൗസ് ഇട്ടോണ്ടിരിക്കണ്ടല്ലോ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? വീട്ടിലും അമ്പലത്തിൽ പോകുമ്പോഴും ഭാര്യയുടെ മുമ്പിലും കൊച്ചുപിള്ളേരുടെ മുമ്പിലും ഒക്കെ ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്, ഗ്ലൗസ് ഇട്ടിരിക്കുകയാണ്. വേണ്ടല്ലോ, ആവശ്യം വരുമ്പോൾ ഗ്ലൗസ് എടുത്തിടുക, സെഡേഷനോ എല്ലാം കൊടുക്കുക, ജോലിച്ച കർമ്മം കുഞ്ഞെടുക്കുക, പുക്കിൾ കൂടി പൊട്ടിച്ച് കളയുക. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? കരച്ചിൽ വന്നാൽ ചൈൽഡ് ഈസ് എ ബോയ് ഓർ ബേബി അറിയിച്ചേക്കൂ. അത് കഴിഞ്ഞാൽ ഗ്ലൗസ് ഊരി ഇടുക, നേരെ വീട്ടിൽ പോവുക, കയ്യും കഴുകിയിട്ട് പറ്റിയാൽ ഡെറ്റോൾ കൂട്ടിട്ട് കഴുകുക. സിനിമയിലെ ജഗതി ശ്രീകുമാറിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അങ്ങേക്ക് ചിരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല? ഇല്ല, ഞാൻ അങ്ങനെ ചിരിക്കാൻ വേണ്ടി എന്റെ സിനിമ കണ്ടിട്ടില്ല. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞു, ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. പക്ഷെ അതിനകത്ത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സത്യം പറയുകയാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. താങ്കൾ ഭാഗ്യവാനേ അല്ല. കാരണം എന്താ നിന്റെ ഉദ്ദേശം? സമസ്ത മലയാളികൾക്കും മനസ്സ് തുറന്ന് ചിരിക്കാൻ ഒരു ജഗതി ശ്രീകുമാറുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. സാക്ഷാൽ ജഗതി ശ്രീകുമാറിന് ഒരു ജഗതി ശ്രീകുമാർ ഇല്ല എന്ന് ഏറ്റവും വലിയ കുറവ്. എന്റെ സുഹൃത്താണ്, ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കി. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. ഞാൻ സാമാന്യം തെറ്റില്ലാതെ പാചകം ചെയ്യും. അതിപ്പോ തുടങ്ങിയതല്ല, പണ്ടേക്ക് കൊണ്ടേ തുടങ്ങിയത്. ഞാൻ വീട്ടിൽ സമയമുള്ളപ്പോൾ ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ ഈ ചിക്കന് അല്ലെങ്കിൽ അവിയൽ അങ്ങനെ കറികൾ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ കഴിക്കാറില്ല. അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTVയിലുണ്ട്. അത് രുചിച്ച ഗംഭീരമായിരിക്കുന്നു. ഇതുപോലെ ആര് ലോകത്ത് അവിയൽ വെക്കും എന്നൊക്കെ പറഞ്ഞ് സ്വയം ആസ്വദിച്ച് തിന്നാൻ അറിയില്ല. ഒരു ശക്കല കുഴപ്പമുണ്ട്. ചുമ്മാ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്യരുതാരും. ഞാൻ ഇല്ലാതെ പോയി. ഇന്നലെ കഴിഞ്ഞ തവണ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് വെച്ചപ്പോൾ നന്നായിരുന്നു പപ്പ. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. ഇത് എന്തോ ഇച്ചിരി പ്രശ്നം. അതെന്ത് പ്രശ്നം? എനിക്കതൊക്കെയാണ് വിഷയം. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോണം.